കുഞ്ഞിനെ പീഡനത്തിനിരയാക്കി എന്ന പ്രതി ഈ കുട്ടിയുടെ അച്ഛന്റെ അനുജൻ സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രതി ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണ് എന്നുള്ള വിവരമൊക്കെയാണ് വരുന്നത്. വിവാഹിതനല്ലാത്ത ആൾ കൂടിയാണ് ഇയാൾ. ഈ കുട്ടിയുടെ അച്ഛന്റെ സഹോദരൻ വീടിന്റെ തൊട്ട് അടുത്ത് തന്നെ താമസിച്ചിരുന്നത്. ഈ കുട്ടി ഈ മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ളൊരു വാർത്തയും ഇതിനൊപ്പം വരുന്നുണ്ട്. ഏത് തരത്തിലേക്കാണ് കേസ് കടക്കുന്നത്, എത്രത്തോളം സെൻസിറ്റീവായിട്ട് കേരള പോലീസിന് ഈ കേസ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു വലിയ വിഷയമൊക്കെയുണ്ട്. ഒരുപക്ഷെ ഇത് പല തരത്തിലേക്കുള്ള ഒരു വഴിത്തിരിവുകളിലേക്ക് കൂടിയാണ് ഈ കേസ് കടന്നുപോയത്. ആദ്യം കുട്ടിയെ കാണാതാകുന്നു. സ്വാഭാവികമായിട്ടും അത്തരം സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. അതിനുശേഷമാണ് കുഞ്ഞിനെ അമ്മ തന്നെ പുഴയിൽ എറിഞ്ഞു കൊന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതിനുശേഷം ഇവർ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം വരുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആണ് വ്യക്തമാകുന്നത് ഈ കുട്ടി പീഡനത്തിനിരയായി എന്നുള്ളത്. ഒരു പക്ഷേ ആദ്യം വന്ന റിപ്പോർട്ടിനപ്പുറത്തേക്ക് കൂടിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ 1.5 വർഷമൊക്കെ ഇപ്പോൾ തന്നെ 4 വയസ്സുള്ള കുട്ടിയാണ്. ഈ 1.5 വർഷം എന്ന് പറഞ്ഞാൽ ഇത് എത്ര വയസ്സുണ്ടാകും ആ കുട്ടിക്ക്? ആ സമയത്ത് പോലും ഈ കുട്ടി പീഡനത്തിനിരയായി എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ലൈംഗിക വൈകൃതമുള്ള ഒരാളാണ് ഈ പ്രതി എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടതായി വരുന്നു. ഇത് നിയമത്തിനപ്പുറത്തേക്ക് മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. ഏത് തരത്തിലേക്ക് കേസന്വേഷണം പോകുന്നു? വരുന്ന പുതിയ വാർത്തകൾ, റിപ്പോർട്ടുകൾ ഏത് തരത്തിലാണ്? അപർണ സൂചിപ്പിച്ചതുപോലെ 2 വയസ്സ് മുതൽ ഈ കുഞ്ഞ് പീഡനത്തിന് ഇരയായിരുന്നു. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ സംഭവിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഇപ്പോഴും ആ കുഞ്ഞിനായിട്ടുണ്ടായിരുന്നല്ല. ഈ ഏജ് ഗ്രൂപ്പിൽ പോലും ആ കുഞ്ഞിനായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുള്ളപ്പോൾ ഈ 2 വയസ്സ് മുതലൊക്കെ ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കാൻ തുടങ്ങുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണ്, എത്ര ക്രൂരമാണ് എന്നുള്ള കാര്യത്തിലാണ് തിരിച്ചറിവ് വേണ്ടത് എന്നുള്ളതാണ്. അതും കുഞ്ഞിനെ പോലെ അല്ലെങ്കിൽ സ്വന്തം മകളെ പോലെ എന്നുള്ളതല്ല, മകളെ തന്നെ ഇത്തരത്തിൽ വേലി തന്നെ വിളവ് തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പെൺകുഞ്ഞുങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം വേദനാജനകമാണ്. എന്തായാലും പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിനാണ് കുഞ്ഞിനെ ഇരയാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരിക അവയവങ്ങളിൽ മുറിവുണ്ട്, അതുപോലെ അതിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ട്. ഇങ്ങനത്തെയുള്ള റിപ്പോർട്ടുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല ക്രൂര പീഡനത്തിനാണ് കുഞ്ഞ് ഇരയായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ട്. എന്തായാലും ഈ കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഇതൊക്കെ തന്നെയാകാം എന്നുള്ള അനുമാനത്തിലാണ് ഇപ്പോഴുള്ളത്. അത് വ്യക്തത വരണമെങ്കിൽ ഇനിയും അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. അതുകൂടി ക്ലാരിഫൈ ചെയ്ത ശേഷമായിരിക്കും ഈ കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ള കാര്യം. കാരണം 2 ദിവസം മുൻപേ ക്രൂരയായ അമ്മ എന്നുള്ള തരത്തിലേക്ക് ആ സ്ത്രീയെ കുറ്റം ചുമത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവർ ചെയ്ത കൊലപാതകം ചെറിയ കുറ്റമല്ല ചെയ്തത്, പക്ഷേ അവർ ചെയ്ത ആ കൊലപാതകത്തിലേക്ക് നയിച്ച മോട്ടീവ് എന്താണെന്ന് പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ വ്യക്തതയില്ല എന്ന് കഴിഞ്ഞ ദിവസം റൂറൽ SPM ഹേമലത പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് പലതരത്തിലുള്ള കഥകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള അനുമാനങ്ങളിലേക്ക് പോയിരുന്നു. മാനസികാവസ്ഥ മോശമായതുകൊണ്ട് അതിൻ്റെ തീവ്രതയിൽ ഒരു പക്ഷേ ഈ അമ്മ കുഞ്ഞുങ്ങളെ നിരന്തരം ഉപദ്രവിക്കുന്നതായിരിക്കും. കാരണം മൂത്ത കുട്ടിയെ ടോർച്ച് കൊണ്ടടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കുഞ്ഞിനെ തന്നെ നേരത്തെ നെഞ്ചിൽ ഇടിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ ഭർത്തൃ വീട്ടുകാർ ഈ സ്ത്രീ എന്തൊക്കെ ചെയ്തു, അതിൻ്റെ ക്രൂരതകൾ, കുഞ്ഞിനോട് കാണിച്ചിട്ടുള്ള ക്രൂരതകൾ എന്തൊക്കെയാണ് എന്ന് നിരത്തി വെക്കുമ്പോഴും ഒരു പക്ഷേ ഈ സ്ത്രീ ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ളൊരു ഫൈറ്റ് തന്നെ ആയിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അമ്മ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്, ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് കൊന്നുകളഞ്ഞതെന്ന് അമ്മ പറഞ്ഞിരുന്നു എന്ന് DYSP പറയുന്നു. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനെ ഇങ്ങനെ രക്ഷിക്കാനാണോ, അല്ലെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇതേ ഉണ്ടായിരുന്നുള്ളൂ മാർഗം എന്നുള്ളതാണ് ആ അമ്മയുടെ മുന്നിൽ തെളിഞ്ഞത് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരാണ്ട്. എന്തായാലും ഇന്ന് വീണ്ടും അമ്മയെ ചോദ്യം ചെയ്യും, കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. ഇന്ന് ഈ പ്രതിയെ ഇവിടെ കോടതിയിൽ ഹാജരാക്കി പോക്സോ കോടതിയിലായിരിക്കും, മൂവാറ്റുപുഴയിലോ പറവൂരിലോ അതുപോലെ എറണാകുളത്തോ പോക്സോ കോടതിയിൽ ഏതെങ്കിലും ഒന്നിലുമായിരിക്കും തുടർന്നുള്ള പ്രൊസീഡിങ്സ് നടത്തുക. എന്തായാലും നിലവിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ഇവിടെ അത് തീരുമാനമായിട്ടില്ല, അത് പോലീസിന് തീരുമാനിക്കാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന. കോടതിയിൽ അയാളെ ഹാജരാക്കിയ ശേഷമായിരിക്കും ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുക. എന്നിരുന്നാൽ പോലും
കഴിഞ്ഞ ദിവസം ഒരു മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അന്വേഷണം 2 ദിവസത്തിനുള്ളിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്കാണ് ഇപ്പോൾ വെളിച്ചം വീശുന്നത്. അത് ഈ 2 ദിവസം ഈ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങാതെ പോലീസിന് ചില കാര്യങ്ങൾ തീർക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നിടത്ത് ഇതായിരുന്നു ഇതിലേക്ക് എത്താനായിരുന്നു പോലീസ് ഈ സകല പഴുതുകളും അടച്ച് അന്വേഷണം തുടങ്ങി വെച്ചത് ഇവിടേക്കായിരുന്നു. ഇവിടെയാണ് എത്തിച്ചേർന്നത്. യഥാർത്ഥ വില്ലൻ എവിടെയായിരുന്നു എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വന്നിട്ടുള്ളത്. ഒരു പക്ഷേ അതിൽ കൃത്യതയില്ല, അല്ലെങ്കിൽ അത് അനുമാനം മാത്രമാണ്. ഈ തരത്തിൽ അമ്മ കുഞ്ഞിനെ നിരന്തരം പീഡിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കുഞ്ഞു പീഡനത്തിനിരയായി എന്ന് തിരിച്ചറിഞ്ഞ ഒരു മാനസികാവസ്ഥയിൽ അമ്മ ഒരു പക്ഷേ ഇതൊക്കെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാകാം. അവരൊക്കെ ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ടാക്കാം. ഈ സ്ത്രീ ഒറ്റപ്പെട്ടിട്ടുണ്ടാകാം. ഒറ്റപ്പെടുത്തിയിരുന്നു ആ സ്ത്രീയെ എന്ന് ഡിവൈഎസ്പി PR രാജേഷ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഓഫ് റെക്കോർഡിൽ പറഞ്ഞിരുന്നു. അവർ ആ വീട്ടിൽ ഒറ്റപ്പെട്ട സ്ഥിതിയിലായിരുന്നു. ബാക്കിയുള്ള എല്ലാ കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ആ വീട്ടിലെ ആൾ, അല്ലെങ്കിൽ നിങ്ങൾ മാത്രം പുറത്തു നിന്നുള്ള ആൾ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെയായിരുന്നു അവരുടെ വീട്ടിലെല്ലാവരും അവരോട് ബിഹേവ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴും ഈ ഒറ്റപ്പെടുത്തൽ ഉണ്ടായത് ഒരു പക്ഷേ ഈ ആരോപണങ്ങളിൽ നിന്നായിരിക്കാം. അല്ലെങ്കിൽ ഈ കുറ്റം എന്നുള്ളതല്ല, ഈ ക്രൂരകൃത്യം അമ്മ കണ്ടെത്തിയിരുന്നിരിക്കാം. അമ്മയ്ക്കത് മനസ്സിലാകും. അമ്മയ്ക്ക് ആയി അതിനുള്ള സൊല്യൂഷൻ തേടിയതിൻ്റെ ഒടുവിലത്തെ വഴിയായിരിക്കാം ഒരു പക്ഷേ അമ്മ ഈ കുഞ്ഞിനെ എറിഞ്ഞു കൊന്നത് എന്നുള്ള തരത്തിലുള്ള നിഗമനങ്ങളാണ് ഉണ്ടാകുന്നത്. എന്തായാലും പുഴയിലേക്ക് എറിഞ്ഞു കൊന്ന ഒരു സാഹചര്യത്തിലേക്ക്, സ്വന്തം മകളെ 3.5 വയസ്സുള്ള കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു കൊന്നിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ തന്നെ ഈ അമ്മയുടെ ഫോണിൽ ഈ 3.5 മണിക്കൂർ, അതായത് 2.5 മണിക്കൂർ 3.5 മണിക്ക് അംഗൻവാടിയിൽ നിന്ന് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരുന്നതിനിടയിൽ 6 മണിക്കാണ് കുഞ്ഞിനെ ഇവർ മൂഴിക്കുളം പാലത്തിൽ നിന്നും പുഴയിലേക്ക് എടുത്തെറിയുന്നത്. അത്രയും സമയത്തിനുള്ളിൽ അമ്മ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. സൈബർ പോലീസും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ സൈബർ പോലീസിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തത വരാനുണ്ട്. ഈ പുത്തൻകുരിശ് ഡിവൈഎസ്പിയും അതുപോലെ തന്നെ ആലുവ ഡിവൈഎസ്പിയും ചേർന്നിട്ടുള്ള ഒരു ടീമാണ് അന്വേഷണ സംഘത്തിലുള്ളത്. സൈബർ പോലീസുണ്ട്. ഇവിടെ ആലുവ റൂറൽ SP ഹേമലതയായിരിക്കും അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുക. ഹേമലത തന്നെ കഴിഞ്ഞ ദിവസം നേരിട്ട് എത്തിയാണ്, അതായത് ഡിവൈഎസ്പി എത്തുന്നു, ഡിവൈഎസ്പി ചോദ്യം ചെയ്ത ശേഷം SP നേരിട്ടെത്തി ചോദ്യം ചെയ്ത ശേഷമാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ, അമ്മയെ കോടതിയിൽ ഹാജരാക്കിയത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇത്തരം വ്യക്തതകൾ, ഇത്തരം കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഉത്തരങ്ങൾ അല്ലെങ്കിൽ മൊഴി അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള കാര്യത്തിലാണ് മനസ്സിലാക്കുന്നത്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മ കുഞ്ഞിനെ മിസ്സായ സമയത്തൊക്കെ പല മൊഴികൾ ഇങ്ങനെ മാറ്റി പറയുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ വെച്ചു മറന്നു, ആലുവ ബസ്സിൽ പോയി എന്നുള്ള അത് പോലീസിനെ കുഴയ്ക്കുന്ന തരത്തിലേക്കുള്ള പല മൊഴികൾ മാറ്റി സംസാരിച്ചിട്ട് അമ്മയ്ക്ക് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. അങ്ങനെ മൂഴിക്കുളം പാലത്തിൽ നിന്നും കുഞ്ഞിനെ പുഴയിലേക്ക് എടുത്തിട്ടു എന്ന് പറയുന്നിടത്താണ് പോലീസ് സസ്റ്റെയിൻ ചെയ്തത്. അതിനുശേഷം ആ തെരച്ചിൽ മുഴുവൻ മൂഴിക്കുളം പാലത്തിനടിയിലേക്ക്, പാലത്തിൻ്റെ 3ാമത്തെ തൂണിൻ്റെ അടിയിൽ നിന്നാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെടുക്കുന്നത്. ആ അവസ്ഥയിലേക്ക് അവിടേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മൊഴി മാറ്റി പറഞ്ഞിരുന്ന ഒരു അമ്മയുടെ മൊഴി ഒരു പക്ഷേ തെളിവുകളില്ലാതെ വിശ്വസിക്കാൻ പോലീസിന് പ്രയാസമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ 2 ദിവസം ഇന്നലെ രാവിലെ മുതലാണ് ഈ പ്രതി ഉൾപ്പെടെ 3 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതല്ലെങ്കിൽ പോലീസിന് ഇത്തരത്തിലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കാം, ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു ക്രൂരകൃത്യം നടന്നിട്ടുണ്ട് എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ 3 പ്രതികളെയും 3 പേരെയും ചോദ്യം ചെയ്തത്. അതിൽ 2 പേരെ വിട്ടയച്ചിട്ടുണ്ട്. ഒടുവിൽ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സഹോദരൻ തന്നെയാണ് ഈ ക്രൂരകൃത്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം കുഞ്ഞു പീഡനത്തിനിരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ എത്തി നിൽക്കുന്ന, അതല്ലെങ്കിൽ അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് എത്തിയത് ഇങ്ങനെ പഴുതടച്ച് അന്വേഷണം നടത്തിയത് കൊണ്ട് തന്നെയാണ്. അതിൽ അങ്ങേയറ്റം രഹസ്യമായി തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. അതുമാത്രമല്ല, ഈ ഒരു കേസിൽ ഈ മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുഞ്ഞിനെ തിരയുന്നതുൾപ്പെടെ ഈ ഒരു കേസിൽ ഇതുവരെയുള്ള എല്ലാ ഡെവലപ്മെൻറ്റ്സിനും പോലീസിന് അങ്ങേയറ്റം അഭിനന്ദനാർഹമായ നീക്കം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി
ഈ അമ്മ ചോദ്യങ്ങൾക്ക് അധികം പ്രതികരിക്കാത്ത ഒരു നിലയിലേക്ക് അമ്മ അവരുടെ മാനസിക നിലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ പോലീസിന് കിട്ടുന്നത് അത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ, അതല്ലാതെ അമ്മയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുന്നുണ്ടോ? അങ്ങനെ ഒരു മാനസിക നിലയിൽ കൂടിയാണോ അവർ? അപർണ, അമ്മ ഇപ്പോൾ റിമാൻഡിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടേ ഉള്ളൂ. ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യലിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് വീണ്ടും കസ്റ്റഡി കിട്ടിയ ശേഷമായിരിക്കും അമ്മയെ ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഇനി അപർണ സൂചിപ്പിച്ചതുപോലെയുള്ള വ്യക്തത ഇതിനകത്ത് വരിക. കാരണം ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഇങ്ങനെ അവലംബമില്ലാതെ നിന്നിരുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. അത് മാനസികാവസ്ഥ മോശമായി പോയതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതാകാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളാണോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇനിയും ഈ വ്യക്തത വരാനുണ്ട്. ആ അനുമാനമാണ് ഇപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിൽ പോലും അതിൽ ഇനിയും അമ്മയെ ചോദ്യം ചെയ്ത ശേഷമാണ് ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടത്. അമ്മയെ ചോദ്യം ചെയ്യണം. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ് കുഞ്ഞ് എത്ര ക്രൂരമായ പീഡനത്തിനാണ് കുഞ്ഞ് ഇരയായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ. അതിൽ പ്രത്യേകിച്ചും നമ്മൾ ഈ പറയുമ്പോഴും മകളാണ്, അല്ലെങ്കിൽ അതുപോലെ സംരക്ഷിക്കേണ്ട ഒരാളാണ്. കണ്ണടച്ച് നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു പോകുന്ന കൈകളാണ് എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ ഏറ്റവും വേദനാജനകമായ കാര്യം. അതാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോലും ഈ കുഞ്ഞിനെ, അതും നേരത്തെ തന്നെ അപർണ സൂചിപ്പിച്ചതുപോലെ 1.5 വർഷമായി പീഡനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് എത്ര വയസ്സുണ്ടായിരുന്നിരിക്കും? അതല്ലെങ്കിൽ ഒരു കൈക്കുഞ്ഞിനോട് പോലും ഇത്തരത്തിലുള്ള നീചമായ വികാരമുള്ള ആളുകളുടെ ഒപ്പമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നതെന്നുള്ള വസ്തുതയാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിലുള്ള 90% പീഡനങ്ങളും കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ അടുത്ത ബന്ധുക്കളിൽ നിന്നോ, അതല്ലെങ്കിൽ അടുത്ത അമ്മയുടെ സുഹൃത്തോ, അതല്ലെങ്കിൽ ഫാമിലിയുമായി അടുത്തറിയാവുന്ന ആളുകളിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത്. ഈ പീഡോഫൈൽസിനെയൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ തന്നെ ചുറ്റുവട്ടത്തും നമ്മുടെ തന്നെ വീടുകളിലുമാണ് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ തന്നെ ലൈവിൻ്റെ താഴെ വരുന്ന കമൻസിൽ അമ്മമാർ പറയുന്നത് ഇങ്ങനെയാണ്: ആരെ വിശ്വസിക്കും? പെൺകുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കൊക്കെ ഉണ്ടാകുന്ന ആദ്യ ചെറുതൊന്നുമല്ല, ആരെ വിശ്വസിക്കും എന്നുള്ള തരത്തിലേക്കൊക്കെ ഈ ഒരു സംഭവം ചർച്ചയ്ക്ക് വഴിവെക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇതുണ്ടാക്കിയിരിക്കുന്ന ആശങ്ക, ഇതുണ്ടാക്കിയിരിക്കുന്ന വേദന, മനോവിഷമം ചെറുതൊന്നുമല്ല. ഇത്ര ക്രൂരമായി പോലും, അതായത് 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഈ 1.5 വർഷത്തിനിടയിൽ ഇത്ര ക്രൂരമായി പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് കുഞ്ഞിനെ ഉപയോഗിക്കാൻ പാകത്തിന് അയാളുടെ മാനസികാവസ്ഥ അത്രയും അധപ്പതിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത്. ഇപ്പോൾ എത്ര പറഞ്ഞിരുന്നാൽ പോലും, എത്ര കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്താലും, എത്ര പേരെ ഇത്തരം കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്താലും, എത്ര നാണം കെടുത്തിയാലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങേയറ്റം ഖേദകരമായ കാര്യം. ഏതായാലും കേസ് അതൊരു വലിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അത് എങ്ങനെ മുന്നോട്ട് ഏത് തരത്തിലാണ് പോകുക എന്നുള്ളത് ഏതായാലും വ്യക്തമാണ്. ഈ കുട്ടി നിരന്തരം പീഡനത്തിനിരയായി.